മാഹി പാറക്കൽ LP സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ രമേശ് പറമ്പത്ത് അവർ ആയിരുന്നു. എന്നാൽ ഔദ്യോഗികമായ ചില തിരക്കുകൾ കാരണം അദ്ദേഹം പുതുച്ചേരിയിലായതിനാൽ ഇവിടെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അക്കാര്യം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മയ്യഴി വിദ്യാഭ്യാസ മേലധ്യക്ഷ മാഹി CEO ശ്രീമതി MM തനൂജ ടീച്ചറാണ്. ഈ ചടങ്ങിലേക്ക് ഞാൻ ടീച്ചറെ വ്യക്തിപരമായും നിങ്ങൾ ഏവരുടെയും പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യും. സർഗോദയം 2024 പേരിൽ സംഘടിപ്പിച്ച പരിപാടി മയ്യഴി വിദ്യാഭ്യാസ മേലധ്യക്ഷ MM തനൂജ ഉദ്ഘാടനം ചെയ്തു. വളരെ സമുചിതമായും വിപുലമായും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് സർഗോദയം 24. ഇന്ന് രാവിലെ മുതൽ ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളും പാരൻസും എല്ലാവരും തന്നെ അതിന്റെ ഒരു ആവേശത്തിലാണുള്ളത്. എന്തായാലും ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ എന്ന നിലയിൽ ഞാൻ അധികം നാളായിട്ടില്ല ചാർജ് എടുത്തിട്ട്, എങ്കിലും ഈ ഒരു ആനുവൽ ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിലൊരു പ്രധാന കാരണം, ഞാൻ എന്റെ സർവീസ് ആരംഭിച്ചത് 1995 എന്റെ സർവീസ് ആരംഭിച്ചത് GLPS ചൂടിക്കൊട്ടയിലായിരുന്നു. GLPS ചൂടിക്കൊട്ടയും GLPS പാറക്കലും ചേർന്നാണ് ഇന്ന് ഈ കാണുന്ന പാറക്കൽ സ്കൂൾ ആയി മാറിയത്. 2014 തോന്നുന്നു പുതിയ കെട്ടിടത്തിലേക്ക് ഈ രണ്ട് സ്കൂളുകൾ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചത്. എന്തായാലും ഞാൻ ആദ്യമായി ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്ത ഈ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ ഇപ്പോൾ മാഹി CEO ആയി പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ മാഹിയിലെ വിവിധ പ്രൈമറി സ്കൂളുകളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് GLPS പാറക്കൽ. കാരണം ഇവിടെ ഹെഡ് മാസ്റ്ററായി ഈ വർഷം ജോയിൻ ചെയ്ത ബാലപ്രദീപ് മാസ്റ്റർ എന്നോടൊപ്പം തന്നെ സർവീസിൽ ജോയിൻ ചെയ്ത ആളാണ്. വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകനും അതേപോലെ ഒരുപാട് സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ബാലപ്രദീപ് മാസ്റ്റർ തീർച്ചയായും ഈ സ്കൂളിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. PTA പ്രസിഡന്റ് ബൈജു പൂഴിയിൽ അധ്യക്ഷത വഹിച്ചു. ഞാനൊരു ആവർത്തിച്ച് അത് പറയുന്നില്ല, എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞു പോയത്. സ്കൂളിൽ നിന്നും മാഹി റീജിയൻ തന്നെ നിലനിന്നിരുന്ന അധ്യാപക ക്ഷാമം, കൂടാതെ അധ്യാപകരുടെ ഒരു അധ്യയന വർഷത്തിന്റെ മധ്യത്തിൽ വെച്ച് അധ്യാപകന്മാരുടെ കൂട്ടമായ സ്ഥലമാറ്റം, ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ മാത്രമല്ല മയ്യഴിയിലെ എല്ലാ വിദ്യാലയങ്ങളും മുന്നോട്ട് പോയത്. അതിന്റെ ചില പോരായ്മകൾ ഉണ്ട്. എന്നാൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്ത ഇവിടുത്തെ രക്ഷിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. മാഹി
മഹാത്മാഗാന്ധി കോളേജ് മുൻ കെമിസ്ട്രി വിഭാഗം തലവനും സാംസ്കാരിക നായകനുമായ ഡോക്ടർ പി രവീന്ദ്രൻ മുഖ്യഭാഷണം നടത്തി. ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ചൂടിക്കൊട്ട. ഞാൻ ചൂടിക്കൊട്ടക്കാരനാണ്. ചൂടിക്കൊട്ടയിൽ ജനിച്ച് വളർന്ന് മാഹി JNGS പഠിച്ച ആളാണ്. അപ്പൊ മാഹിയിൽ ചൂടിക്കൊട്ടയിൽ ഒരു സ്കൂളിന്റെ ഫംഗ്ഷൻ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പുതിയ ഫംഗ്ഷൻ പങ്കെടുക്കാറില്ല. ബാലപ്രതിയുടെ ഏറ്റവും വലിയ ഡേഞ്ചറായ സാധനം ബാലപ്രതി നാവാണ്. ബാലപ്രതി എല്ലാ പ്രശ്നത്തിനും നല്ല കാര്യത്തിനും അടിസ്ഥാനം ബാലപ്രതിയുടെ നാവാണ്. ആ നാവിനെ മൂർച്ച അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ സമ്മതിച്ചത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊന്നും സംസാരിക്കുമ്പോൾ ഭാഷ ഒരു പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ല എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് സാധാരണ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതും ധൈര്യത്തിൽ വരാം എന്നൊരു ബോധത്തോടുകൂടെ ഞാൻ വന്നത്. സമീപം റിതം ആർട്സ് നടത്തി വരുന്ന സജ്ജീകരണ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. വർഷങ്ങളായി ഈ വിദ്യാലയത്തിലെയും മയ്യടിയിലെ മറ്റു ചില വിദ്യാലയങ്ങളിലെയും ഇത്തരം പരിപാടികൾക്ക്, അതുപോലെ റിപ്പബ്ലിക് ദിനത്തിലെ സംഗീത ശില്പങ്ങൾക്ക് പി മേഘ്ന വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ പഠിക്കുന്നു. വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ ശ്രീമതി റീന ചാത്തമ്പള്ളിയും തുടർന്ന് ശ്രീമതി ഷിജി ജോസും പ്രധാന അധ്യാപിക ചുമതല നിർവഹിച്ചു. ഒക്ടോബർ മാസത്തോടെ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപികമാരായ ശ്രീമതി പ്രീത, ശ്രീമതി നിഷിതകുമാരി, ശ്രീമതി സ്വപ്ന മോഹൻ കൂടാതെ പ്രീ പ്രൈമറി ടീച്ചർ ശ്രീമതി വിനീത വിജയൻ, ഡ്രോയിംഗ് ടീച്ചർ ശ്രീമതി ശോഭ എന്നിവർ സ്ഥലം മാറ്റപ്പെട്ടു. നിലവിൽ ശ്രീ ബി ബാലപ്രദീപ് മാസ്റ്റർ പ്രധാന അധ്യാപകനായിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ പ്രൈമറി തലത്തിൽ മേഘന പി, അണിമ പവിത്രൻ, അമൃത പുരുഷോത്തമൻ, ജീഷ്മ MK എന്നിവരും പ്രീ പ്രൈമറി തലത്തിൽ VG റഷീന, M ഉമാശങ്കരി എന്നിവരുമാണ് അധ്യാപകരായി ഉള്ളത്. ഇതിനു പുറമെ ചിത്രകലാ അധ്യാപികയായ ചിത്ര ടീച്ചറുടെ സേവനം ആഴ്ചയിൽ ഒരു ദിവസവും, കായിക അധ്യാപകനായ വിനോദ് വളപ്പലിന്റെ സേവനം ആഴ്ചയിൽ 3 ദിവസവും ലഭിച്ചു വരുന്നു. സമഗ്ര ശിക്ഷ ADPC P ഷിജു, SMC ചെയർപേഴ്സൺ ബിജോയ് കരിക്കത്തേൽ എന്നിവർ സംസാരിച്ചു. മയ്യയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ ബാലപ്രദീപ് മാസ്റ്റർ സ്കൂളിനകത്തും സമൂഹത്തിലും നല്ല ചലനം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്.
എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ പ്രിയങ്കരനായ അധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ആ രീതിയിൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹം ബാലപ്രതി മാസ്റ്ററുടെ ഇടപെടലുകളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഇടയിൽ ഒരു ലിങ്ക് അവരെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നല്ലൊരു കണ്ണിയായിരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ചടങ്ങിൽ പ്രഥമാധ്യാപകൻ ബി ബാല പ്രദീപ് സ്വാഗതവും അണിമ പവിത്രൻ നന്ദിയും പറഞ്ഞു. മദർ PTA പ്രസിഡന്റ് പ്രജീഷ, സുദേശ് വലിയ വീട്ടിൽ, ബാബു, വിപിൻ, നസ്രിയ, പ്രശാന്ത് കുഞ്ഞിപ്പുരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒപ്പന, തിരുവാതിര, നാടോടി നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികൾ സർഗോദയം 2024 മാറ്റുകൂട്ടി. സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂടിയായ CH ശ്രീധരൻ ഗുരുക്കൾ സ്മാരക കളരി സംഘം കുട്ടികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനവും സന്നിത്ത് കൊയിലാണ്ടി സംവിധാനം ചെയ്ത് ബ്ലൂ അംബ്രേല നാടകവും കാണികളുടെ മനം കവർന്നു.